ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു ചെറിയൊരു ടൂറിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് നാൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ടൊക്കെ വന്നിരിക്കുകയാണ്. ഞാൻ പറയുന്നുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോയിൽ ഞങ്ങളൊരു കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ലോങ് വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് ലോങ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണുക. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പെട്ടെന്നുള്ളൊരു ട്രിപ്പായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഷാനിക്ക്, അതായത് എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ എന്താ പറയുക, പെട്ടെന്ന് ആൾ പറഞ്ഞു ഓക്കെ പാക്ക് ചെയ്യ്, പെട്ടെന്ന് നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് ചടപ്പടയെന്ന് പറഞ്ഞിട്ട് ഒരു 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 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ഒക്കെ പാക്ക് ചെയ്ത് ഓടി വണ്ടി എടുത്ത് പോയ ഒരു ട്രിപ്പാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ച് ഞങ്ങളുടെ ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങളിവിടെ ഒരു എന്താ പറയുക, രാവിലെയാണ് ഇറങ്ങിയിരിക്കുന്നത്. രാവിലെ രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുന്നത്. രാവിലെ ഇറങ്ങി ഞങ്ങൾ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് പാക്ക് ചെയ്തു അങ്ങോട്ട് ഇറങ്ങി. രാവിലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ അല്ല കേട്ടോ, ഞങ്ങളൊരു 11 മണിയൊക്കെ ആവുന്ന സമയത്താണ് ഇങ്ങനൊരു പ്ലാൻ ഇട്ടത്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ പാക്ക് ചെയ്തു, വണ്ടി എടുത്തു, ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, ഇപ്പോൾ ഈ ഇടയായിട്ട് ആൾ പറയും നമ്മൾ ശരി തന്നെയാണ്, അത് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അത് ഇന്ന ദിവസം പോകണം എന്നൊക്കെ വെച്ച് ചിലപ്പോൾ നടക്കില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് നടക്കുന്ന ട്രിപ്പൊക്കെ നടക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. എന്താ പറയുക, ചായയൊക്കെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. പിന്നെ അങ്ങനെ ഇറങ്ങി ഞങ്ങൾ എന്താ പറയുക, എവിടെ റൂം എടുക്കണമെന്നോ ഒരു പ്ലാനും ഇല്ലാണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ സാധാരണ ട്രിപ്പ് പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആദ്യം തന്നെ റൂമൊക്കെ ബുക്ക് ചെയ്ത് അങ്ങനെയൊക്കെ തന്നെയാണ് വരാറ്. പക്ഷെ ഇതൊന്നും അങ്ങനെയൊന്നുമില്ല. ഞങ്ങളോണ്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ പഴനി വഴിയാണ് പോയത്. അങ്ങനെ അത് കണ്ടു. ഞങ്ങൾ വരുന്ന സമയത്ത് തിരിച്ച് വരുമ്പോൾ അവിടെയൊക്കെ കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല കേട്ടോ. അതിനുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ഈ വരുന്ന സമയത്ത് അവിടെ വിൻഡ് മില്ല് കണ്ടായിരുന്നല്ലോ, അത് ഞാൻ പറയാൻ മറന്നതാണ്. അത് ഈ കുട്ടിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്താണെന്ന് അറിയില്ല, അതിങ്ങനെ കറങ്ങണ കാണുമ്പോൾ ഭയങ്കര പേടിയായിട്ട് അത് കഴിയണ വരെ ഇങ്ങനെ ഇതെന്താ കറങ്ങണ നിർത്താത്തതെന്നൊക്കെ പറഞ്ഞ് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഭയങ്കര പേടിയായിരുന്നു ആൾക്ക്. അങ്ങനെ ഫൈനലി ഞങ്ങളിവിടെ ഒരു വൈകിട്ടൊക്കെ ആയപ്പോൾ കൊടൈക്കനാലെത്തി. നല്ല തണുപ്പായിരുന്നു കേട്ടോ. എന്താ പറയുക, എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാനാണ് ഇഷ്ടം. പലരും പല ടൈപ്പായിരിക്കുമല്ലോ. ചിലർക്ക് ഈ വാട്ടർ തീം പാർക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും ഇഷ്ടം. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാൻ ഒക്കെ. എനിക്കും ഷാനിക്കൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. നല്ലൊരു നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് അത് കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു സമാധാനം ഫീൽ ചെയ്യണ പോലെയാണ് അല്ലേ. ഇങ്ങനെ ദൂരെ ഇങ്ങനെ മലയും പച്ചപ്പൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് അല്ലേ. ഓക്കെ, നിങ്ങളപ്പോൾ പിള്ളേർക്ക് അങ്ങനെയാണോന്ന് അറിയില്ല. പിള്ളേർക്ക് അത്ര എന്താ പറയുക, ഇഷ്ടമാണെങ്കിൽ പോലും അവർക്ക് കൂടുതലും ഈ വാട്ടർ തീം പാർക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇഷ്ടം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാലും അവർ മാക്സിമം എൻജോയ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഈ ഒരു തണുപ്പും ഈ ഒരു മലയും ഒക്കെ നല്ല ഹാപ്പി ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർക്ക് ഈ ആനിമൽസിനെ എപ്പോൾ കാണാൻ പറ്റും, ഈ ഓരോ മലയും കുന്നും അല്ലെങ്കിൽ കാടുകളൊക്കെ കാണുന്ന സമയത്ത് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു ചോദ്യം അതായിരുന്നു. ഫൈനലി ഞങ്ങൾ ഒരു ഹോട്ടലെത്തി. കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസപ്പെട്ടു കേട്ടോ, കാരണം ഞങ്ങൾ മുൻകൂട്ടി ബുക്കൊന്നും ചെയ്യാണ്ട് വന്നതല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട്. എന്നാലും ഞങ്ങൾ ഒരു ഹോട്ടലിൽ കിട്ടി. ചെക്കിങ്ങിൽ വെച്ചിട്ടൊരാളെ കണ്ടു. അങ്ങനെ അവസാനം ഞങ്ങൾ അവിടെ നിന്ന് ആളെ പരിചയപ്പെട്ടിട്ട് എന്നെ ഞങ്ങളങ്ങോട്ട് കൊണ്ടുവന്നു. നൈറ്റ് ഞങ്ങളിവിടെ സ്റ്റേ ചെയ്തു. മോർണിംഗിലത്തെ വ്യൂ ആണ് കാണുന്നത്. ഭയങ്കര തണുപ്പായിരുന്നു. എന്താ പറയുക, ഒരു ബെഡ്റൂമുള്ളൊരു റൂമാണ് കിട്ടിയത്. 2 റൂമുണ്ടായിരുന്നു അതിനകത്ത്. കുറച്ച് കാശ് കുറച്ച് കൂടുതലാണോ എന്ന് എനിക്ക് തോന്നുന്നാലും ഞങ്ങൾ ആ ഒരു സമയത്ത് വന്നപ്പോൾ പിന്നെ തപ്പി പിടിക്കാനൊക്കെ റൈറ്റൊക്കെ പിടിച്ച് നോക്കുമ്പോഴത്തേന് ഞങ്ങൾക്ക് അത് കിട്ടുമോ അറിയില്ല. പിള്ളേരായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുമെന്ന് കരുതിയിട്ട് കിട്ടിയതിൽ അങ്ങോട്ട് കയറിയെന്ന് മാത്രം കേട്ടോ. എനിക്ക് റൂമും കാശും ഒന്നൊന്നുമല്ലായിരുന്നു പ്രശ്നം. നൈറ്റ് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടെ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോയെന്ന് അറിയില്ല, ഫാനിൻ്റെ ശബ്ദം കേട്ടാലായിരിക്കും ചിലവർക്ക് ഉറങ്ങാൻ പറ്റും. എനിക്കങ്ങനെയാണ് കേട്ടോ.
എത്ര തണുപ്പാണെങ്കിലും എത്ര AC ഇട്ടാലും എനിക്ക് ഫാനിൻ്റെ ശബ്ദം ഉണ്ടെങ്കിലേ ഉറങ്ങാൻ പറ്റുള്ളൂ. അതില്ലാത്തതുകൊണ്ട് ഇത് തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവില്ലല്ലോ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതില്ലെങ്കിലും നമുക്കൊരു എന്തോ ഡിസ്റ്റർബൻസ് ആയിരുന്നു അവിടെ, ഉറങ്ങാൻ പറ്റിയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വൈകിട്ട് നമുക്കിവിടെ സ്റ്റേ ചെയ്യണോ വേണ്ടേ എന്നൊക്കെ അങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ. അവസാനം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, എന്താ പറയുക, ചെക്കൗട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങി. നമുക്ക് വേണമെങ്കിൽ അവിടെ തന്നെ കയറാം, അല്ലെങ്കിൽ വേറെ എവിടെയും റൂം എടുക്കാം എന്നുള്ള പ്ലാനിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. അവസാനം ഞങ്ങൾ കറങ്ങാനിറങ്ങി. ഞങ്ങൾ വണ്ടിയെടുത്ത് ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ ഭയങ്കര രസമായിരുന്നു കേട്ടോ അങ്ങനെ കാണാൻ. ഫസ്റ്റ് ഞങ്ങൾ സൂയിസൈഡ് പോയിൻറ്റിലോട്ടാണ് പോയത്. അവിടെ ഇങ്ങനെ നടന്നു. അവിടെ അതിൻ്റെ അടുത്തൊക്കെ ഒരുപാട് കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ തോന്നി ഈ ടൂറിസ്റ്റുകാർ നല്ലതായിട്ട് അവർ കാശ് പലയിടത്തും പല റൈറ്റായിട്ട് മേടിക്കേണ്ടതെന്ന് എനിക്കങ്ങനെ തോന്നി. എന്നാലും നമുക്ക് കുട്ടികൾക്ക് സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ മേടിക്കുമല്ലോ. അങ്ങനെ അതുപോലെ ഞങ്ങൾ വേറൊരു സ്ഥലത്തിന് എന്താ പറയാമെന്ന് മറന്നുപോയി കേട്ടോ. അപ്പോൾ അവിടേക്ക് പോയി. അവിടെ ഒരു 2 സൈഡിലും ഒരുപാട് അറിയുന്നവർക്ക് അറിയുണ്ടാവും കേട്ടോ, എനിക്കത് ഇപ്പം മറന്നു പോയതുകൊണ്ടാണ്. ഓക്കെ, 2 സൈഡിലും നിറയെ കച്ചവടക്കാരായിരുന്നു. നിറയെ പലതരം ഐറ്റംസുകളായിരുന്നു. ടോയ്സ് ആയിട്ടും ഈ കൂളിംഗ് ഗ്ലാസ്സുകളായിട്ടും സ്വീറ്റ്സ് ആയിട്ടും അങ്ങനെ പല സാധനങ്ങളും, ഈ എന്താ പറയുക ക്രാഫ്റ്റ് ഐറ്റംസ്, അങ്ങനെ എന്തൊക്കെയോ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ മേടിക്കണം എന്ന പ്ലാൻ അല്ലായിരുന്നു എനിക്ക്. ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ സാധനങ്ങൾ മേടിക്കാൻ വലിയ ക്രൈസൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ മേടിക്കാറുമില്ല. എന്നാലും കാണാൻ എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഞങ്ങളിങ്ങനെ ഇറങ്ങി. പിന്നെ കുട്ടികളുണ്ടാകുമ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ അവർ ചോദിക്കും, അത് മേടിച്ചു കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ലല്ലോ. നമുക്ക് പറ്റുന്നത് ഞങ്ങൾ മേടിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ മേടിക്കാറില്ല. അവിടെ കൂടുതലും ഈ എന്താ പറയുക പെൺകുട്ടികൾക്ക് പറ്റിയിട്ടുള്ള കുറേ കമ്മലും വളയും മാലയും അങ്ങനത്തെ ഒക്കെ. നമുക്ക് 2 ബോയ്സ് ആയതുകൊണ്ട് ആ ഒരു മേഖലയിലോട്ട് കടക്കേണ്ടി വന്നില്ല. എന്നാലും കുട്ടിക്ക് 1-2 എന്തോ സാധനങ്ങൾ മേടിച്ചു, എന്തോ ടോയ് എന്തോ മേടിച്ചു, അല്ലാണ്ട് വേറെ ഒന്നും അവിടെ നിന്ന് വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് നമ്മളെ ഗുണ കേവിലോട്ടാണ്. അവിടുത്തെ മെയിൻ സംഭവമാണല്ലോ ഗുണ കേവ്. അത് ഓരോ ഫിലിം ഉണ്ടാക്കുന്ന ഓരോ സ്ഥലത്തിനുള്ള ഇമ്പാക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു സംഭവം തന്നെയാണ് അല്ലേ. എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ അങ്ങോട്ട് പോകാൻ തുടങ്ങിയത് നമ്മുടെ ഈ ഒരു നമ്മളെ മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള സിനിമ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളെ കേരളത്തിൽ നിന്ന് ആൾക്കാർ അങ്ങോട്ട് പോകാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. അപ്പോൾ നമുക്ക് ഈ തിരക്കുണ്ടാകുമ്പോൾ നമുക്ക് സ്ഥലം എൻജോയ് ചെയ്യാൻ എനിക്കങ്ങനെ പറ്റാറില്ല. അപ്പോൾ അങ്ങനെ തോന്നി എനിക്ക്. എന്നാലും ഞങ്ങൾ അവിടെയൊക്കെ കണ്ടു. അങ്ങനെ എന്താ പറയുക, പിള്ളേരായിട്ട് കുറച്ച് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞങ്ങൾ കുറച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്തു. എന്നെപ്പോലെ ഇക്കാക്ക് പെട്ടെന്ന് അങ്ങോട്ടൊക്കെ കയറലും മറിയലും ഒക്കെ അതൊന്നും ഭയങ്കര എത്ര ഉണ്ട് താല്പര്യമില്ലാത്ത ഒരാൾ. പക്ഷെ ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ. ഏത് മലയും കുന്നും ഞാൻ കയറാൻ റെഡിയാണ്. എന്നാലും ഒരു വിധമൊക്കെ ഞാൻ പിടിച്ച് വലിച്ച് കയറ്റി കണ്ടു കേട്ടോ. അവിടെ ഞങ്ങളൊരു കുതിരപ്പുറത്തൊക്കെ ചെറുതായിട്ട് സവാരി ചെയ്ത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അതിൻ്റെ മേലെ കയറുന്നത്. ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക്. ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, പക്ഷേ പേടിയൊന്നും പുറത്ത് കാണിച്ചില്ല. ഞാൻ കയറി, ഞാനും മോനും കയറി. എനിക്കുട്ടി പിന്നെ അങ്ങനത്തെ മേഖലയോട്ടേ വരില്ല, എന്താണെന്നറിയില്ല. അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ പോലും ആൾക്ക് പേടിയാണ്. അത് മാറ്റിയെടുക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും പറ്റാറില്ല, ആൾ സമ്മതിക്കില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇതുപോലെ കുറേ ഒരു സ്ഥലം കഴിഞ്ഞ് അടുത്ത സ്ഥലം, അങ്ങനെ ഓരോ സ്ഥലം ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ഒരു സംഭവം, ഒരു മേലോട്ട് കയറിയിട്ട് നമുക്ക് ആ വ്യൂ കാണാം, ചുറ്റും കാണാം. എന്ത് രസമായിരുന്നു എന്നാണ് കാണാൻ. ഭയങ്കര മഞ്ഞായിട്ട് കോട വരുന്നത് ശരിക്കും ഞങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ പോയത് ഞങ്ങൾ അവിടുത്തെ കൊണ്ടക്കന ലേക്കിലോട്ടാണ് കേട്ടോ. അവിടെ അതുപോലെ തന്നെ ഞാൻ വിചാരിച്ചൊരു കാര്യമായിരുന്നു, ഇത് ബോട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെ നമുക്കിങ്ങനെ ചവിട്ടിയിട്ട് പോകുമല്ലോ ബോട്ടിൽ, അതിൽ പോകണമെന്നും വലിയ ആഗ്രഹത്തോടാണ് പോയത്. പക്ഷേ എനിക്കതിൽ കയറാൻ പറ്റില്ല കേട്ടോ. ഞങ്ങൾക്കതിൽ കയറാൻ പറ്റില്ല. പക്ഷേ എനിക്കെന്തായാലും കയറില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാനും റിസും, അതായത് മൂത്ത ആളും കൂടെ കയറണം എന്നുള്ള പ്ലാനിലാണ് അവിടെ പോയത്. പക്ഷെ ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ക്യൂ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കയറാം, അപ്പോഴേക്ക് നമുക്ക് അവിടെ ഒന്ന് കണ്ടിട്ട് വരാം എന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഭയങ്കര മഴ വന്നു അവിടെ. ഭയങ്കര മഴ എന്നിട്ട് അവരോട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചു, ഇത് മഴ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പക്ഷേ അങ്ങനെ ഞങ്ങളുടെ അത് ഡ്രോപ്പായി. വലിയ സങ്കടമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായി അത്. ഞാനങ്ങനെ കയറിയിട്ടില്ല അങ്ങനത്തേൽ. അതുകൊണ്ട് കയറിയിട്ടുണ്ട് കുറച്ച് മുന്നേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അങ്ങനെ അത് കുറച്ച് നേരമൊക്കെ അല്ലേ സ്കൂൾ കുട്ടികൾക്ക് സമ്മതിക്കുള്ളൂ. അങ്ങനെ എന്തോ കുറച്ച് നേരം കയറിയിട്ടുണ്ടെങ്കിലും എനിക്ക് അതൊറ്റയ്ക്കൊന്ന് എന്താ പറയുക അതിൽ ചവിട്ടി ഇങ്ങനെ പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു, സാധിച്ചില്ല. അതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനത്തെ കുട്ടികൾക്കൊരു എന്താ പറയുക
ചെറിയൊരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു അവിടെ. ഇറങ്ങി അതിൽ കയറിയിട്ട് ഭയങ്കര തമാശയായിരുന്നു കേട്ടോ. പേടിച്ച് തന്നെ ശരിക്കും അവൻ പേടിച്ചിട്ടുണ്ട് അതിൽ കയറിയിട്ട്. ഈ പുറത്തോട്ട് അവൻ വിളിച്ച് പറഞ്ഞ ഓരോന്നും കേട്ട് ഞങ്ങൾക്ക് ഭയങ്കര തമാശയായിരുന്നു കേട്ടോ. എമിക്കുട്ടിക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇങ്ങനെ അവൻ കയറിയിരുന്നിട്ട് ചെയ്യുന്നത് സാഹസികം അങ്ങനത്തെ ഐറ്റംസൊക്കെ അവനക്ക് ഭയങ്കര പേടിയാണ്. പക്ഷേ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ അവൻ ഓക്കെയാണ് കേട്ടോ. കാരണം അവൻ ഈ കയറിയിരുന്ന് കറങ്ങുക, മറിയുക, അങ്ങനത്തെ ഒക്കെ പേടിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഭാഗത്തു നിന്ന് ചെയ്യുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആൾ ഉഷാറാണ് അങ്ങനത്തെ. അപ്പോൾ അവനക്ക് എന്തെങ്കിലും ഒന്ന് എൻജോയ് ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഇങ്ങനത്തെ ഐറ്റംസുകൾ എവിടെ പോയാലും അവനെ കയറ്റാറുണ്ട്. കാരണം അവനക്കും ടൂറ് എന്തെങ്കിലും ഒരു ഓർമ്മയിൽ ഇരിക്കണമെങ്കിൽ ഇങ്ങനത്തെ സന്തോഷങ്ങൾ അവനക്ക് വേണമല്ലോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ഇതേപോലത്തെ ഹോഴ്സ് റൈഡിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കയറിയില്ല. ഒരിക്കൽ കയറിയതുകൊണ്ട് ഞങ്ങൾ വീണ്ടും കയറിയില്ല. അവർ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേരുണ്ട് കേട്ടോ. നമ്മൾ പിന്നാലെ നടന്നിട്ട് മാം കയറാം, ഓക്കെ കാശ് അങ്ങനെ മതി ഇങ്ങനെ മതി എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വേണ്ട എന്ന് പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ മറ്റോടത്ത് കയറി വരുമ്പോഴേക്കും ഒരിത് മഴയൊക്കെ കുറഞ്ഞു. പക്ഷേ തിരിച്ചു വരുമ്പോഴേക്കും അവിടെ ക്യൂ അപാരമായിട്ടുണ്ടായിരുന്നു, ഭയങ്കര ക്യൂ. പിന്നെ ഇനി ക്യൂ ഒക്കെ നിന്ന് പിടിച്ചു വരുമ്പോഴേക്കും ഇരുട്ടാവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായതുകൊണ്ട് ഞങ്ങളത് അവസാനിപ്പിച്ചു. പക്ഷേ തിരിച്ചപ്പോഴേക്കും എമിക്കുട്ടിക്ക് ഒന്നും കൂടെ ഇങ്ങനത്തെ ഐറ്റംസിൽ കയറണം എന്ന് പറഞ്ഞു. ഓക്കെ, അവൻ എപ്പോഴും അതിലൊന്നും കയറാത്ത ഒരാളായതുകൊണ്ട് ഞങ്ങളതിൽ വീണ്ടും കയറ്റി. അങ്ങനെ വൈകിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു മീൻസ് അവിടെ തന്നെ വേറൊരു ഹോട്ടൽ കണ്ടെത്തി. ഞങ്ങൾ രാവിലെ നൈറ്റ് നിന്ന് അതേ ഹോട്ടലിൽ നിന്നില്ല കേട്ടോ, വേറൊരു ഹോട്ടൽ കണ്ടെത്തി അവിടെ നിന്നു. ഇവിടെ ഭയങ്കര കാമൻ ക്വയറ്റ്, നല്ല രസമായിരുന്നു കാണാനും എല്ലാതും. ഒരു വീട് പോലെ ആയിരുന്നു അത്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. അവിടെ പിള്ളേരിട്ട് നിന്നു, ഒരു നൈറ്റ് വാക്കൊക്കെ ചെയ്തു. നല്ല രസമായിരുന്നു. അവിടെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ, ഭയങ്കര തണുപ്പായിരുന്നു. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ, ഇതൊന്നല്ല ഇരുട്ടാവുമ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങി. നേരം വെളുത്തിട്ടില്ല, ഇരുട്ട് തന്നെ ആയിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങി. നല്ല മഞ്ഞായിരുന്നു കേട്ടോ. വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ തുടച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. അത്രയും മഞ്ഞായിരുന്നു. അങ്ങനെ എന്താ പറയുക, അത്രയും രാവിലെ പുറപ്പെടാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ലേറ്റ് ആയാൽ സൺഡേ ആയിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവരുടെയും അങ്ങോട്ട് പോകുന്നവരുടെയൊക്കെ തിരക്കുണ്ടായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല സ്മൂത്തായിട്ട് പോകാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ നേരത്തെ ഇറങ്ങിയത്. പിന്നെ ഒരു റീസണും കൂടെ ഉണ്ട്, തിരിച്ചു പോകുമ്പോൾ നമ്മൾക്ക് അതിരപ്പള്ളി വാഴച്ചാലും കൂടെ ഇറങ്ങാം എന്നുള്ളൊരു പ്ലാനിങ് കൂടെ ഉണ്ടായിരുന്നു. അതിനും കൂടെയാണ് ഞങ്ങൾ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷേ അത് ശരിക്കും ഫ്ലോപ്പായിട്ടോ, ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അതിന് റീസൺ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും 3:30 ആയിട്ടുണ്ടായിരുന്നു. 3:30 ആയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ടിക്കറ്റ് കൗണ്ടർ 4 മണിക്ക് ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ അവർ കയറ്റില്ല. മാത്രമല്ല അവിടെ കയറ്റിയിട്ടുണ്ടെങ്കിൽ 5 മണിക്ക് തന്നെ തിരിച്ചിങ്ങോട്ട് അവർ എല്ലാവരും പറഞ്ഞയക്കുമെന്നും പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പോയിട്ട് വെറും കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ സങ്കടമായിരിക്കും ഞങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. ഞങ്ങൾ വീണ്ടും ഇൻഷാല്ലാ ഇനിയും വരാമല്ലോ എന്ന് കരുതിയിട്ട് അത് വേണ്ടാന്ന് വെച്ചു. എന്നാലും ഞങ്ങൾക്ക് ആ പോകുന്ന വഴി ഉണ്ടല്ലോ, വാൽപ്പാറ ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാനും. പോകുന്ന വഴിയിൽ ചായയൊക്കെ കുടിച്ച് എന്താ പറയുക, നല്ല രസമായിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ എവിടെ കണ്ടാലും വണ്ടി നിർത്തി കണ്ട് പോകാൻ തോന്നുന്ന അത്രയും രസമുള്ള സ്ഥലങ്ങളായിരുന്നു കേട്ടോ അവിടെ. തേയിലത്തോട്ടമൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് ഞങ്ങൾ ആ വഴിയിലോട്ട് തിരിച്ചത്. നമുക്ക് കാണാൻ നല്ല രസമാണല്ലോ. എനിക്ക് കൂടുതലും നമ്മൾ ഏത് സ്ഥലത്തോട്ടാണോ പോകുന്നത് അത് എക്സ്പ്ലോർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ പോകുന്ന വഴിയിൽ കണ്ട് ഇങ്ങനെ നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് അവിടെയൊക്കെ നിർത്തി അങ്ങനെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനത്തെ റൂട്ടൊക്കെയാണ് മെയിനായിട്ട് തിരഞ്ഞെടുക്കാറ് യാത്രയ്ക്ക്. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ പോകുന്ന വഴിയിൽ കുറേ തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണുമ്പോൾ നിർത്തി അത് പിന്നെ ഈ ചായ കുടിക്കാനുള്ള സ്ഥലമാണ്, സ്പോട്ട് കണ്ടാൽ അപ്പം നിർത്തും. അവിടെ കയറി ചായ കുടിക്കാണ്ട് പോവില്ല, അത് വേറെ കാര്യം. എന്താ പറയുക, അതൊക്കെയല്ല നമ്മളെ യാത്രകളിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. നമ്മൾ പലരും പോകുന്ന ആ ഒരു സ്ഥലത്തായിരിക്കും ലക്ഷ്യം വെച്ച് പോകുന്നത്. അല്ല, നമ്മൾ പോകുന്ന വഴിക്ക് എന്തൊക്കെ കാണുമോ അതൊക്കെ ആ നാടിനെ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ യാത്ര ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയും. ഓക്കെ, പിന്നെ ഈ കാടിലോട്ടൊക്കെ എത്തുന്ന സമയത്താണ് നമ്മുടെ എമിക്കുട്ടി മൃദുവൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെ അനിമൽസ് എവിടെ. അവരുടെ വിചാരം ഈ ഒരു ഫോറസ്റ്റൊക്കെ ഉണ്ട് എത്തുന്ന സമയത്ത് എല്ലാ അനിമൽസും കൂടെ നമുക്ക് കാണാൻ പറ്റും. കാരണം അവർ ഫോണിലൊക്കെ വീഡിയോസൊക്കെ കാണുമ്പോൾ കുറേ അനിമൽസിനും ചിലരൊക്കെ കണ്ടിട്ടൊക്കെ കാണാമല്ലോ. അപ്പോൾ അത് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് അവരിങ്ങനെ വണ്ടിയിലിരിക്കുന്നത്, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഇവിടെ ഒന്നും കാണാനില്ല, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ പറയുക, പക്ഷേ മങ്കിനെയും കുറേ മങ്കീസിനെ കണ്ടു കേട്ടോ, കുറേ കണ്ടു. അതറിയാലോ, പോയവർക്ക്
അറിയാം, ഒരുപാട് ഉണ്ടാവും. ഞാൻ ഇടയ്ക്ക് ക്ലാസ്സൊക്കെ തുറന്നിട്ട് എന്താ പറയുക നോക്കും. എനിക്ക് അവിടെ വെച്ചിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഒരു മങ്കി ഞാനെന്തോ പോപ്കോണോ അങ്ങനെ എന്തോ കഴിക്കുമായിരുന്നു, എൻ്റെ മേലോട്ട് ചാടി പോപ്കോൺ തട്ടിപ്പറിച്ച് കൊണ്ടുപോയി. ഞാൻ ശരിക്കും പേടിച്ചിട്ടാണ്. അപ്പോൾ എപ്പോഴും ക്ലാസ്സൊക്കെ തുറന്നിട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അതിന് ശേഷം പേടിയായി. അത് കാരണം ഞാൻ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേട്ടാ, നമ്മളെപ്പോഴാണ് അവരുടെ അറ്റാക്ക് ഉണ്ടാവുക എന്നറിയാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ പോകുന്ന വഴി നമ്മൾ അതിരപ്പള്ളി വാഴ്ചകൾ എന്തായാലും നടന്നില്ല എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഞങ്ങളൊരു എന്താ പറയുക, ഒരു കഫേയിൽ കയറിയത് പോലെ ഒരു ഇത് കഴിച്ചു, എന്താ പറയുക, ഫലൂദയും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് അതൊക്കെ കഴിച്ചോട്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചത്. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ 8 o'clock ആയിരിക്കണം. പിറ്റേ ദിവസം പിള്ളേർക്ക് ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ എത്തി കിടക്കാമെന്ന് കരുതിയിട്ടാണ് നേരത്തെ പോയത്. എന്തായാലും ശരിക്കും എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു. പെട്ടെന്നല്ല യാത്ര, പെട്ടെന്ന് പോയി അങ്ങനെ കുറച്ചൊക്കെ അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് പോകുന്നു. ഇടയ്ക്ക് ഇതുപോലെ എല്ലാവരും ഓരോരുത്തർക്ക് പറ്റുന്നത് പോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ കയ്യിലുള്ള കാശിനനുസരിച്ച് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യണം. ഇടയ്ക്ക് അത് മനസ്സിനൊരു റിഫ്രഷാണ്. പിള്ളേർക്ക് നമ്മൾക്കായിക്കോട്ടെ, എല്ലാവർക്കും അതൊരു മനസ്സിനൊരു റിഫ്രഷാണ്, ഭയങ്കര സുഖമാണ് അത്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, യാത്രയൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയായിട്ട് ഞാൻ വരും. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഞാനല്ലാണ്ട് വേറൊരാളും കൂടെ കാണുക, എൻ്റെ വീഡിയോസ് കാണാമെന്ന് പറഞ്ഞത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.